ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ആംഗ്ലറ്റ് ആട്ടോ ഉണ്ടാക്കുന്നത്. അതിന് ആംഗ്ലറ്റിൻ്റെ ചെയിൻ എടുത്തിട്ടുണ്ട്, പിന്നെ ആംഗ്ലറ്റിൻ്റെ ബീഡ്സ് എടുത്തിട്ടുണ്ട്, ഡയമണ്ട് ഷേപ്പിൽ ക്രിസ്റ്റൽ ബീഡ്സ് ഇട്ടാം. പിന്നെ ഞാനൊരു ഹുക്ക്, ഈ ഹുക്ക് ആംഗ്ലറ്റിനായിട്ട് വരുന്ന ഹുക്കാണ്. നിങ്ങൾക്ക് സാധാ ഹുക്കും യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഫ്യൂസ് സ്റ്റാർ വയേഴ്സാണ്. ഈ ഫ്യൂസ് സ്റ്റാർ വയേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗത്തും ചെറിയ ബഡ്സ് ഉണ്ടാവും. പക്ഷേ നല്ല എന്താ പറയുക, ഫ്ലെക്സിബിൾ ആയിരിക്കും. പക്ഷേ നല്ലോണം ഉറപ്പുണ്ടാവും, പെട്ടെന്ന് പൊട്ടിപ്പോവാത്ത ടൈപ്പാണ് കേട്ടോ. നമുക്ക് ഫ്യൂസ് സ്റ്റാർ വയേഴ്സ് കുറച്ച് എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ പിടിച്ചിട്ട് കട്ട് ചെയ്യാണ് കേട്ടോ. കുറച്ച് അധികം കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ പിടിച്ചിട്ട് എന്ത് ചെയ്യുക, കട്ട് ചെയ്യുക. നിങ്ങൾക്ക് കട്ട് ചെയ്യുന്ന പ്ലെയേഴ്സ് യൂസ് ചെയ്യാം കേട്ടോ. എൻ്റെ ഈ ഒരു പ്ലെയർ കുറച്ചൊരു മൂർച്ചം കുറഞ്ഞ് വന്നിട്ടുണ്ട്, അതാണ് ഞാൻ യൂസ് ചെയ്യാത്തത്. ഓക്കെ, ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലുള്ള ഒരു വയർ എടുക്കുക. ഇതിലേക്ക് ഞാൻ ഒരു മുത്തിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഈ ഒരു ആംഗ്ലറ്റ് ചെയിനിലേക്ക് ജോയിൻ ചെയ്ത് പോവാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു ആംഗ്ലറ്റിൻ്റെ ചെയിൻ ശ്രദ്ധിച്ചാലറിയാം, ഈ രണ്ട് ഡയറക്ഷനിലേക്കാണ് ഈ ഒരു കണ്ണി വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഇത് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒറ്റ ഡയറക്ഷനിലേക്ക് മാത്രം ഇട്ട് കൊടുക്കുക. അതായത് ഈ ഒന്നിലിടാണെങ്കിൽ ഒന്നിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ സെയിം ഡയറക്ഷനിലേക്ക് മാത്രം ഇട്ട് കൊടുക്കുക. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നിടവിട്ടിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ അടുപ്പിച്ചിട്ട് കൊടുക്കുക. അതെല്ലാം 3 4 വിട്ട് അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിലേക്ക് ഇതാ ഞാനിങ്ങനെ കോർത്ത് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കുകയാണ്. ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു ഫ്യൂസ് സ്റ്റാർ വയർ നമ്മൾ കോപ്പർ വയറിനെക്കാട്ടിലും കുറച്ചും കൂടെ ഉറപ്പ് വരും കേട്ടോ. അതായത് നല്ല ഫ്ലെക്സിബിളായിരിക്കും, തിന്നായിരിക്കും, പക്ഷെ പെട്ടെന്ന് അങ്ങ് പൊട്ടിപ്പോവില്ല. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണ്ട രീതിയിൽ ചെയ്തെടുക്കാം. അടുപ്പിച്ചാണെങ്കിൽ അടുപ്പിച്ച് കൊടുക്കുക, ഒന്നിടവിട്ടിട്ടാണെങ്കിൽ അങ്ങനെ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു 4-5 ഇടവിട്ടിട്ടാണെങ്കിൽ അങ്ങനെ കൊടുക്കുക. നമുക്ക് എങ്ങനെയാണോ നമ്മളുടെ ആംഗ്ലറ്റ് വേണ്ടത് അതുപോലെ ചെയ്യാം. ഞാനൊരു ഒറ്റ കണ്ണി വിട്ട് വിട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് എന്നിട്ട് ഇതിൻ്റെ ബാക്കി വരുന്ന ഫ്യൂസ് സ്റ്റാർ വയർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മൊത്തം ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു ചെയിൻ മൊത്തം ചെയ്തെടുക്കുക. ഇതാ ഞാനിപ്പോൾ മൊത്തം ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ചെയ്തത് ഒന്നിടവിട്ടിട്ടാണ് കേട്ടോ. ഇനി ഞാനിതിൻ്റെ ഹുക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ആംഗ്ലറ്റിനായിട്ട് വരുന്ന ടൈപ്പ് ഹുക്കാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹുക്ക് ഇതിന് യൂസ് ചെയ്യാം. നമ്മളുടെ ആംഗ്ലറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കുക.